സുനിലേ സുനിലേ എന്താ സുമി? എപ്പോഴാ ജോലിക്ക് ജോയിൻ ചെയ്യുന്നേ? അത് ലീവ് തീരാറായി. കമ്പനി നേരെ തിരക്കണ്ടേ? നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മറ്റന്നാൾ പോയി വാങ്ങാൻ പറ്റുമോ? എനിക്ക് ലീവ് കിട്ടുന്നില്ല. ഞാൻ പോ. കോൾ അളിയ പറയടാ, എന്തായി? എടാ മോനെ, നിനക്ക് ഞാൻ സുഖന്റെ അഡ്രസ് അയച്ചിട്ടുണ്ട്. നീ ആദ്യം തന്നെ അന്വേഷിച്ചാ മതി. ഓക്കട മുത്തേ, ശരിയെന്നാ. ഓക്കെ. കണ്ടില്ലേ, കമ്പനിനെ വിളിച്ചേ, ഭയങ്കര തിരക്ക്. മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. സുമി ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? സുമി പൊക്കോളൂ. കുഴപ്പമില്ലല്ലോ, ഞാൻ വന്നിട്ട് പോണോ? വേണ്ട, ഓക്കെ അല്ലേ? ഓക്കെടാ. ചേട്ടാ ഒരു കുലുക്കി. മോനെ സുഖേട്ടാ. നീയാ? എന്താടാ? എന്തേ? മോനെ സുഖാട്ടാ. നിങ്ങൾ അവിടെ ഒപ്പിച്ച് ഇത് അവളുടെ ഒരു ഗിഫ്റ്റടാ. ഏത്? മറ്റേ ചേച്ചിയാ? നിങ്ങൾ നൈസായിട്ട് അവളെ സെറ്റ് ആക്കിയില്ലേ? ഒരു റൈഡ് പോവാം. വരുന്നാ? വരട്ടെ. കേറ്. എന്റെ അമ്മ ഒരു ഭാഗ്യം നോക്കി. അപ്പൊ പിന്നെ കാണാം. സ്പീഡ് പേടിയില്ലല്ലോ. എനിക്ക് സുഖമായിട്ട് പോകാൻ നോക്കിയടാ. ഈ പോക്ക് പോയ ഇയാളാ പണച്ചാക്കിനെ കെട്ടും. ചൈതന്യൂടാ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് സുഖേട്ടാ. നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ അവസ്ഥ ഇതൊക്കെയാ. അല്ല, നാട്ടില് നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ. മോങ്ങാണ്ടി, എന്റെ ലെവല് നീ കണ്ടല്ലോ. നിന്നോട് ഞാനൊരു സത്യം പറയാലോ, ഞാനന്ന് നാട് വിട്ടാടാ. ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ കെട്ടിയതാർന്നടാ. അവളെ കെട്ടിയൊന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെയും പൊക്കി. അപ്പൊ ഞാൻ സ്ഥലം വിട്ടു. ഈയിടെ സുഖേട്ട താനെന്ത്? നീ ഇനി ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കുലിക്കടിച്ച് തീർക്കേണ്ടി വരൂട്ടാ. പഠിപ്പ് വേണം ബാവേ, അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ ത്രികോണേന്നായി. കണ്ടില്ലേ, ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ ഓക്കെടാ. മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞു? അടിപൊളിയായിരുന്നു, സൂപ്പർ. സുനിൽ ശരിക്കും ജോലിക്ക് പോയോ? പോയി. ഞായറാഴ്ചയോ? ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ? ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തല്ലേ? അത് ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ. എവിടെ? കോട്ടയത്തോ? കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജില്ലേ, അതിന്റെ തൊട്ട് സൈഡിലുള്ള ബിൽഡിങ്ങിന്റെ പുറകിൽ ഞങ്ങളുടെ ബ്രാഞ്ച്. കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന സുനില് കോട്ടയം ടൗണിൽ കൂടെ നിനക്ക് അറിയാൻ നടക്കുന്നേ? സത്യം പറ, എന്നോട് കള്ളം പറഞ്ഞല്ലേ? സുനിൽ ശരിക്കും ജോലിയുണ്ടോ? പണ്ടോട്ടെ ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റവനാണ് സുമി. ഇപ്പതേ സുമിയുടെ മുന്നിലും. എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ചെറുപ്പം വല്ല ചേട്ടനെ പോലെ ആവ്, ചേട്ടനെ പോലെ പഠിക്ക്. ഞാൻ എൻ്റെ ചേട്ടനല്ല, ഞാനല്ലേ സുമി? അല്ലേ സുമി? എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ സുമിക്ക്? പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ. എന്നെ എന്തിനാ അവർ വിട്ടത്? എഞ്ചിനീയറിങ്. ഞാൻ പൊട്ടി. തെറ്റാണോ? എനിക്കറിയില്ല, തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ. ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വാണ്ട് മൈ ഡ്രീം, ഐ ലൈക്ക് മൈ ഡ്രീം. എനിക്കത് അച്ചീവ് ചെയ്യണം സുമി. ഇപ്പൊ അന്ന് അവരെന്നെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നേനെ. ബട്ട് ഞാൻ തോറ്റു. സുമി, ഐ എം സോറി.
ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന്? എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിലിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത്. അത് ഞാൻ നടത്തിത്തരും. ഇനി മുതല് സുനിലിന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാ. സുല്ലേ എഴുന്നേക്ക്. ഒരു സ്ഥലം വരെ പോണം. എങ്ങാട്? അതൊക്കെ പറയാം. പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുക്കണം. ഓ ലോൺ കൊച്ചുകള്ളി. നമ്മളെന്താ ഇവിടെ? അതൊക്കെ പറയാം. എന്നാലും പറ. നാൻസി, സുമി സർ, മേ കം ഇൻ? യെസ്, സർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. come on, sit. What do you do? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിലെ ക്ലർക്കാ. Okay. BBA അഡ്മിഷൻ ആണല്ലേ? ആർക്ക്? ഡോ, ഇതാരാ? എന്റെ ഭർത്താവാ സർ. ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നുമില്ലല്ലോ. ഭർത്താവിന് അങ്ങനെ ലുക്കൊക്കെ ഉണ്ടോ? അല്ല, ഒരു കൺവെൻഷണൽ ലുക്കൊക്കെ ഉണ്ടല്ലോ. ഇത് കുറച്ച് അൺകൺവെൻഷനലാ സർ. ഡോ, താൻ പോയേ. സാർ, ഡോ, ഒരു മാസമായി ക്ലാസ് തുടങ്ങി. പക്ഷേ നാൻസി പറഞ്ഞുകൊണ്ട് വി വിൽ ടേക്ക് യു. ഓക്കെ? അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതെന്താണിത്? സുനിൽ ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റാരെക്കാളും എനിക്കറിയാം. അതെ, എനിക്കിതൊരു ബുദ്ധിമുട്ടാവെന്ന് വിചാരിക്കണ്ട. ചേച്ചിയെ ഇവിടെ വെച്ച് തന്നെ വേണോ റൊമാൻസ്? ഞങ്ങള് മാറി തരണോ? ചേച്ചിയെ ഇങ്ങോട്ടാ മോനെ കണ്ട്. ചേച്ചി സുനിലേ എഴുന്നേക്ക്, കോളേജിൽ പോവാൻ സമയായി. എനിക്ക് പോണ്ട. എനിക്ക് സുനിലേ, സുനിലേ, കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. Binomial distribution can be defined as എന്താലോചിച്ചോണ്ടിരിക്കാ? ഭാര്യയായിരിക്കും. സുഖേട്ടാ, ഒരു പ്രശ്നം. എന്താടാ? അവളെന്നെ ഒരു LKG ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടിയൊന്നും നടന്നിട്ടില്ലേ? ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല എന്ന് വേണ്ട. ശ്രദ്ധിച്ചു കേട്ടണം. ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി എന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുടിക്കാൻ. പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡറില്ലേ, അത് മേലാകെ തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം. പിന്നെ ചന്ദനത്തിന്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ച് വിട്ടേക്കണം. നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടണം. ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ. ഇലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം. ഡോറ് തുറന്ന് അവൾ അകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ആ നോട്ടവും
ഓ സുനിലേ ബാക്കി നീ കണ്ടറിഞ്ഞോ. ഐ ലവ് ഇറ്റ്.